ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ വോട്ടർമാരിലേക്ക്, മാവേലിക്കരയുടെ വോട്ടർമാരിലേക്ക് നമ്മുടെ സർവേ ടീം അംഗങ്ങൾ ചെന്നപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം ഏതാണ്? പാർലമെന്റ് അംഗത്തിന്റെ പേരറിയാമോ എന്നുള്ള ചോദ്യമാണ്. അതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ചോദ്യം. അതാണ് നമ്മുടെ മുൻപുള്ള സർവേകളിൽ, മുൻപ് പോയ മണ്ഡലങ്ങളിലൊക്കെ ഒരു 90% മേൽ അറിയാം, പൊതുവെ എല്ലാവർക്കും MP അറിയാം. പക്ഷെ ഇവിടെ ഞെട്ടിക്കുന്ന റിസൾട്ടാണ്. അതെ, 78.9% പേർ 79 എന്ന് വെച്ചോളൂ. 79% പേർക്കും MP അറിയുള്ളൂ. അതിനർത്ഥം 21.1% ആളുകൾക്ക് MP അറിയില്ല. അതായത് 100 പേരെ നിങ്ങൾ കാണുമ്പോൾ 21 പേർക്ക് നിങ്ങളുടെ MP ആരാണ് എന്നറിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അവസാനം ഇത് ചർച്ച ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 78.9%. അപ്പോൾ അത് 80%-ലേക്ക് എത്തുന്നില്ല. അതായത് ഒരു ഡിസ്റ്റിങ്ഷനിലേക്ക് എത്താത്ത ഒരു ഘട്ടം നമ്മൾ അവിടെ കാണുന്നുണ്ട്. MP അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ MP മണ്ഡലത്തിലുണ്ടോ, MPയുടെ പ്രവർത്തനം എങ്ങനെ, ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മൾ അടുത്ത ചോദ്യം ഇതോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. രണ്ടാമത്തെ ചോദ്യം പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്. അതിലേക്ക് പോകാം നമുക്ക്. നിങ്ങളുടെ ലോക്സഭാംഗത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ലോക്സഭാംഗത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് 5 ഉത്തരങ്ങളാണ് നമ്മൾ കൊടുത്തത്. വളരെ മികച്ചത്, ശരാശരി, മോശം, വളരെ മോശം, അഭിപ്രായമില്ല, അല്ലെങ്കിൽ അറിയില്ല. വളരെ മികച്ചതെന്ന് പറയുന്നത് നോക്കൂ, 3.6%. മികച്ചത് 11.6%. അല്ല, അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി ചേർത്താൽ 15.2%. 15.2% ആളുകൾ മാത്രമാണ് MP ആ മണ്ഡലത്തിൽ കാര്യമായി പ്രവർത്തിച്ചു എന്ന് കരുതുന്നവർ. വളരെ ചെറിയ ശതമാനമാണത് കേട്ടോ. വളരെ മോശം എടുക്കുന്ന കണക്കുകൾ കൂടി പ്രധാനമായി നോക്കേണ്ടതുണ്ട്. മോശം എന്നത് 23.8%, വളരെ മോശം 25.1%. അപ്പോൾ 48.9% പേർ MPയുടെ പ്രവർത്തനം മോശമെന്ന് വിലയിരുത്തുന്നു. അതായത് 49% ആളുകൾ MPയുടെ പ്രവർത്തനം മോശമാണെന്ന് വിലയിരുത്തുമ്പോൾ കേവലം 15.2% പേർ മാത്രമാണ് MPയുടെ പ്രവർത്തനം നല്ലതാണ് എന്ന് പറയുന്നത്. ഇതാണ് സ്ഥിതി. അപ്പോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആന്റി ഇൻകംബൻസി ഫാക്ടർ വരുന്നു. കൊടിക്കുന്നിൽ സുരേഷിനോട് അത്ര ഒരു മതിപ്പ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വോട്ടർമാർക്കിടയിൽ ഇല്ല എന്നതിന്റെ ആദ്യത്തെ സൂചനയായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടി വരും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കുന്നത് എന്താണ്? മാവേലിക്കരയിലെ വോട്ട് വിഷയം. നമ്മൾ കൊടുക്കുന്ന ആ ചോദ്യങ്ങളിൽ, ആ ഓപ്ഷൻസിൽ ഏതാണ് മാവേലിക്കരയുടെ വോട്ടർമാർ തെരഞ്ഞെടുത്തത്? നോക്കാം. സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം, എത്ര പേർക്കാണ് താല്പര്യം? 6%. രണ്ടാമത്തേത് അയോധ്യ ക്ഷേത്ര നിർമ്മാണമാണ്, 2.2%. വികസന പ്രവർത്തനം, അതാണ് ഏറ്റവും പ്രധാനം. വികസന പ്രവർത്തനം 41.3% പേർ അതാണ് വിലയിരുത്തുന്നത്. അപ്പോൾ MP എന്തു കൊണ്ടുവന്നു എന്ന ചോദ്യം. അവിടെ ഒരു കണക്ഷൻ ഉണ്ട് സ്മൃതി. കാരണം വെച്ചാൽ വികസന പ്രവർത്തനങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി 41% ആളുകൾ കാണുന്നുണ്ട് എങ്കിൽ ഈ MP കാര്യമായി പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നത് 48% ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ വികസന പ്രവർത്തനത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വോട്ടർമാർ കാണുകയും ആ വികസന പ്രവർത്തനങ്ങളിൽ കൊടിക്കുന്നിൽ സുരേഷ് നന്നായി പെർഫോം ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കാറ്റ് കൊടിക്കുന്നിൽ സുരേഷിനെതിരായി വരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അവിടെ നോക്കൂ, വിലക്കയറ്റം ഒരു പ്രധാന ഘടകമാണ് കേട്ടോ. 20.6% പേർ വിലക്കയറ്റം ഒരു പ്രധാന ഘടകമായി കാണും. അവിടെയും ഒരു ഗുണമുണ്ട്. നോക്കൂ, ഇപ്പൊ അഴിമതി 8% പേരിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് അവിടെ കാണുന്നു. അഴിമതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാലോജിക്ക് അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. രണ്ടാമത് വിലക്കയറ്റം 20% പേർ വളരെ പ്രാധാന്യത്തോട് കാണുന്നു. തൊഴിലില്ലായ്മ 11.9% പേർ വളരെ പ്രാധാന്യത്തോട് കാണുന്നു. ഇതെല്ലാം കൂടി ചേർത്താലോ? അല്ല, ഇതെല്ലാം കൂടി ചേർത്താൽ, അതായത് ഈ 3 ഘടകങ്ങളും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ്. അതായത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടല്ല അഴിമതി വിഷയം വരുന്നത്, കേന്ദ്രവുമായി ബന്ധപ്പെട്ടല്ല വിലക്കയറ്റം വരുന്നത്, കേന്ദ്രവുമായി ബന്ധപ്പെട്ടല്ല തൊഴിലില്ലായ്മ വരുന്നത്. കേരളത്തിൽ ഈ 3 വിഷയങ്ങളും വരുന്നത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടാണ്. അത് 41.1%. ഇവിടെ നോക്കൂ, അപ്പൊ ഇഞ്ചോടിഞ്ചാണ്. ഇതിനകത്ത് ആന്റി ഗവൺമെന്റ് വികാരവുമുണ്ട്, ആന്റി MP വികാരവും. അങ്ങനെ ഒരു മണ്ഡലം നമുക്ക് ആദ്യമാണ്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് അടുത്ത ചോദ്യങ്ങളോട് നമുക്ക് വ്യക്തമാവും. നോക്കൂ, ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഈ പറയുന്ന ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷ് അവിടെ നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാർ വിരുദ്ധ തരംഗവും ആ മണ്ഡലത്തിൽ സജീവമാണ്.